ഇത് സ്പിറ്റി വാലി റോഡ് ട്രിപ്പിൻ്റെ 1ാം ദിവസം. ചണ്ഡീഗഡിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ഒരുവിധം മോട്ടോർ ബൈക്ക് റൈഡേഴ്സ് എല്ലാം ചണ്ഡീഗഡിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ഒരു ദിവസത്തിന് 1500 മുതൽ 2000 രൂപ നിരക്കിൽ ബൈക്ക് ലഭ്യമാണ്. ഡൽഹിയിൽ നിന്ന് യാത്ര തുടങ്ങുന്നവരുമുണ്ട്. റൂട്ട് ചണ്ഡീഗഡ്, ഷിംല ബൈപ്പാസ്, കുഫ്രി, പിന്നീട് നർക്കണ്ട. ഇന്നത്തെ സ്റ്റേ നർക്കണ്ടയിലാണ്. ഏകദേശം 180 കിലോമീറ്റർ യാത്ര. എന്നാൽ കടന്നു പോകുന്ന വഴികൾ അത്ര സുഗമമല്ലാത്തതിനാൽ 6 മുതൽ 7 മണിക്കൂർ വരെ എടുക്കുമെന്നാണ് കരുതുന്നത്. സ്പിറ്റി വാലി സർക്യൂട്ട് യാത്രയുടെ റൂട്ട് നർക്കണ്ടയിൽ നിന്നും ചിത്കുൽ, പിന്നീട് ടാബോ, അവിടെ നിന്നും കാസ, പിന്നീട് കൽപ്പ, തിരിച്ച് ഷിംല എന്നിങ്ങനെയാണ്. ഇതുവരെ കടന്നുവന്ന വഴികളോ ഭൂപ്രദേശങ്ങളോ അല്ല, തികച്ചും വ്യത്യസ്തം. ഇത് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റേജിൽ ഇല്ലാതിരുന്നൊരു യാത്രയാണ്. ഏപ്രിൽ 16 കേരളത്തിൽ നിന്നും യാത്ര തുടങ്ങുമ്പോൾ കാശ്മീർ വരെയുള്ള ഒരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഏപ്രിൽ 22 നടന്ന പെഹൽഗാം ടെററിസ്റ്റ് അറ്റാക്കിനെ തുടർന്ന് കാശ്മീർ യാത്ര വേണ്ടെന്ന് വെച്ചപ്പോൾ അത്തരം ഭൂപ്രദേശങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പ്ലാൻ ബിയാണ് ഈ യാത്ര. ഷിംലയിലെത്തിയിരിക്കുന്നു. മഴ പെയ്യാനും തുടങ്ങി. വല്ലാത്തൊരു ശബ്ദത്തോടു കൂടിയുള്ള മഴ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, പെയ്യുന്നത് വെള്ളത്തുള്ളികളല്ല, ഐസ് തുള്ളികളാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണിത് കാണുന്നത്. തണുപ്പ്, കാറ്റ്, മഞ്ഞ് ഒക്കെ ചേർന്ന് ഐസ് റെയിൻ. മഴ പെയ്തതോടുകൂടി യാത്ര കുറച്ചുകൂടി ദുഷ്കരമാവാൻ തുടങ്ങി. ഇനി NH5 60 കിലോമീറ്റർ യാത്ര ചെയ്തു വേണം നർക്കണ്ടയിലേക്ക് എത്താൻ. അതും ഹെയർ പിൻ റൂട്ട്. അന്തരീക്ഷമാകെ ഇരുണ്ടു തുടങ്ങിയിരിക്കുന്നു. മഴ ആസ്വദിച്ചുകൊണ്ട് യാത്ര തുടർന്നപ്പോൾ കാറിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ ഒരു അലാം. ടയർ പ്രഷർ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. കുറച്ചു യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു പെട്രോൾ പമ്പ് കണ്ടു. ഇവിടെ സെൽഫ് സർവീസാണ്. എയർ ഫിൽ ചെയ്ത് വീണ്ടും യാത്ര തുടർന്നു. ഇവിടെ ഡീസലിന് 87 രൂപയാണ് വില. സമയം 4 മണിയായി. ഇതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല. ഒരു ഗ്രാമത്തിലെ ചെറിയൊരു കടയിൽ കയറി. വെജിറ്റേറിയൻ ഭക്ഷണമാണ്. നല്ലൊരു ചായയും കുടിച്ചു. ഞങ്ങൾ കാറിൽ കയറാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്നും പയ്യൻ വന്ന് 100 രൂപ തിരിച്ചു തന്നു. കണക്ക് കൂട്ടിയപ്പോൾ തെറ്റിയതാണെന്ന് പറഞ്ഞു. അവരുടെ സത്യസന്ധത ശരിക്കും അത്ഭുതപ്പെടുത്തി. യാത്ര തുടർന്നു. വിചാരിച്ച സമയത്ത് എത്താൻ കഴിയില്ലെന്ന് ഉറപ്പായി. ഹിമാലയൻ പർവ്വതനിരകൾ ദൃശ്യമായി തുടങ്ങിയിരിക്കുന്നു. ദാ അകലെ കാണുന്നത് ആപ്പിൾ തോട്ടങ്ങളാണ്. നർക്കണ്ടയിലെ ആപ്പിൾ തോട്ടങ്ങൾ പേരുകേട്ടതാണ്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇവിടെ ആപ്പിൾ ഉണ്ടാകുന്നത്. നർക്കണ്ടയിൽ എത്തിയിരിക്കുന്നു. ഹിമാചലിലെ കുന്നിൻ പ്രദേശങ്ങളിൽ ഒതുങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ പട്ടണം. ശാന്തമായ പർവ്വതവായുവും ഉയരമുള്ള ദേവദാരു വനങ്ങളുടെ നിശബ്ദതയും ഇവിടെയുണ്ടെന്ന് തോന്നും. ഹോസ്റ്റലർ എന്ന ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തത്. ചണ്ഡീഗഡിനേക്കാൾ നിരക്ക് കൂടുതലാണ് ഇവിടെ. കുട്ടികൾ കുറച്ചു നേരം അവിടുത്തെ ഗെയിം ഏരിയയിൽ കളിച്ചു. നല്ല തണുപ്പാണിവിടെ. ഏകദേശം 7 ഡിഗ്രി സെൽഷ്യസ് വരും. റൂമിൽ ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം അവിടമെല്ലാം ഒന്ന് ചുറ്റിയടിച്ച് കറങ്ങി നടന്നു. വലിയ ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്തൊരു സ്ഥലം. 8:30-9 മണിയോടെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് അവസാനിക്കും. അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി ഡിന്നർ കഴിച്ചു. പിന്നീട് റൂമിലെത്തി കിടന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ചത് ഈ ആളാണ്. ചോക്ലേറ്റ്സും ബബിൾഗമും ഒക്കെ ആയിട്ടായിരുന്നു ആളുടെ വരവ്. ഇനി യാത്ര ചിത്കുലിലേക്ക്.